ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതായത് നമ്മൾ ഡോക്കർ എന്താണെന്നും, അതായത് എങ്ങനെ കണ്ടെയ്നറൈസ് ചെയ്യാമെന്നും, അതുപോലെ തന്നെ ഒരു ഇമേജ് ക്രിയേഷൻ, അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സൈക്കിൾ കമാൻഡ്സ്, സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് അല്ലേ. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടെയ്നറൈസ് ചെയ്യുക, അതാണ് നമ്മുടെ പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിയാക്ട് ആപ്ലിക്കേഷന് കണ്ടെയ്നറൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിതൊന്നും ഓർത്ത് വെറി ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കും ചിലപ്പോൾ റിയാക്ട് അറിയില്ലല്ലോ എന്ന്. യാതൊരു കുഴപ്പമില്ല, ബിക്കോസ് എനിക്കും റിയാക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സോ എനിക്ക് വലിയൊരു ഐഡിയ എൻ്റെ അതില്ല. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്ക് കണ്ടെയ്നറൈസ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ കണ്ടെയ്നറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓവർവ്യൂ മാത്രം മതി ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ട, റിയാക്ട് പ്രൊജക്റ്റ് അറിയില്ല അങ്ങനെ യാതൊരു കുഴപ്പമില്ല. ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി റിയാക്ട് പ്രോജക്റ്റ്, ഓക്കെ, റിയാക്റ്റിലൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോഡ് വേണം. അപ്പോൾ നിങ്ങൾ നോഡ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോഡിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളിപ്പോൾ വിൻഡോസ് ആണെങ്കിലോ ലിനക്സിലാണെങ്കിലോ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഞാൻ നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെർമിനലാണ്. ഇപ്പോൾ ഞാൻ നോഡ് വെർഷൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, V20 എന്ന് പറയുന്ന ഒരു വെർഷൻ, അതിലുള്ളൊരു നോഡ് ബേസിക്കലി എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നോഡ് ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്റ്റിൻ്റെ പ്രോജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റിയാക്റ്റിൽ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ, ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, npx എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് റിയാക്ട് ആപ്പ്, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റിയാക്ട് പ്രോജക്റ്റിൻ്റെ ഒരു പേര് ഞാനിപ്പോൾ റിയാക്ട് ആപ്പ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോൾ റിയാക്റ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ബിൽഡായി വരും. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ പ്രോജക്റ്റ് ആക്ച്വലി ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ, മുകളിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ അതൊന്നും വെറി ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനൊരു സജഷൻസ് കിട്ടും, വിച്ച് മീൻസ് നിങ്ങളുടെ പ്രോജക്റ്റ് ഓക്കെയാണ്. കാര്യം നമ്മളിപ്പോൾ ബേസിക്കലി പ്രൊജക്റ്റിനെ പറ്റിയിട്ടല്ല പഠിക്കുന്നത്, അതായത് റിയാക്റ്റിനെ പറ്റിയിട്ടല്ല പഠിക്കുന്നത്, നമ്മൾ കണ്ടെയ്നറൈസ് ചെയ്യാൻ പോകണം അല്ലേ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഈ ഒരു റിയാക്ട് ആപ്പിൽ എങ്ങനെ അതിൽ കയറി npm സ്റ്റാർട്ട് വിളിക്കുക, അതുപോലെ ഹാപ്പി ഹാക്കിങ് ഇങ്ങനത്തെ ഇത് ലാസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നിങ്ങൾക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ എൻ്റെ അത് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിയാക്ട് ആപ്പ് നമുക്ക് നോക്കാം ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ls അടിക്കുകയാണ്. ഓക്കെ, റിയാക്ട് ആപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ എന്തായി, അതിലേക്ക് കയറി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഞാൻ VS കോഡിൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ടെർമിനലിൽ നിന്ന് കോഡ് സ്പേസ് ഡോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ VS കോഡിൽ അത് ആ ഫയൽസ് എല്ലാം ഓപ്പൺ ആയിട്ട് വരും അല്ലേ. അപ്പോൾ VS കോഡിൽ നമ്മുടെ ഫയൽസ് എല്ലാം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് കുറേയധികം ഫയൽസ് ഉണ്ട്. പബ്ലിക്, SRC, നോഡ് മൊഡ്യൂൾസ്, ഇങ്ങനെ കുറേ ഫയൽസ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകണമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് മാത്രം നിങ്ങളൊന്ന് ഈ ഒരു കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാര്യം നമ്മുടെ ടെർമിനലിൽ എന്താണ് നമുക്ക് കിട്ടിയേക്കണ എങ്ങനെയായിരുന്നു, അതായത് ആ ഒരു റിയാക്റ്റിൻ്റെ പ്രൊജക്റ്റിൽ കയറുക, എന്നിട്ട് npm സ്റ്റാർട്ട് വിളിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിനായിട്ട് ഞാൻ നമ്മുടെ VS കോഡിൽ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ npm സ്റ്റാർട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോണേന്ന്. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്, കണ്ടോ എന്താ സംഭവിച്ചത്, നമ്മുടെ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് കണ്ടോ ഈ ഒരു പേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ റിയാക്ട് പ്രോജക്റ്റ് കറക്റ്റായിട്ട് ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ട് പ്രോജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുക. ഇനി നമ്മളതിനെ കണ്ടെയ്നറൈസ് ചെയ്യുക, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു VS കോഡിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും എന്താണ് നമ്മുടെ പ്രോജക്റ്റ് എന്ത് ചെയ്യാം. 3000 എന്ന് പറയുന്നൊരു പോർട്ടലാണ് ലിസൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനായിട്ട് ബ്രൗസറിൽ ചെന്നിട്ട് ഈ പറയുന്ന
ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഓണായി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിലൂടെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവർ പറയുന്ന പോലെ തന്നെ ബ്രൗസർ എടുത്തിട്ട് ഞാനത് കോപ്പി ചെയ്യുന്നു, ദെൻ ഹിറ്റ് ചെയ്യാൻ നേരത്ത് ഓക്കെ പ്രൊജക്റ്റ് ഓണാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബേസിക്കലി ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. കാര്യം ഞാൻ പഠിച്ചു തുടങ്ങിയ ടൈമിലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ടാവും. ഞാൻ റിയാക്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊരു പോർട്ടിൽ ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പോർട്ട്? കാര്യം ഞാൻ എൻ്റെ ബ്രൗസറിൽ ആ ഒരു പോർട്ടിലേക്ക് ഒരു HTTP റിക്വസ്റ്റ് അയക്കുകയാണ് ഈ കാണുന്നത്. ഓക്കെ, 3000 എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് ഒരു HTTP റിക്വസ്റ്റ് അയച്ചു. അപ്പോൾ എനിക്ക് പ്രൊജക്റ്റിൻ്റെ ഒരു റെസ്പോൺസായിട്ടൊരു പേജ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ടൊരു സിമ്പിൾ എക്സാമ്പിൾ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ ചെറിയൊരു ഡയഗ്രാം വരച്ച് വെച്ചേക്കുവാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാനൊരു ഡെലിവറി ബോയ് എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ടാസ്ക് എന്താണ്, ഇപ്പോൾ ആമസോണിലാണെങ്കിൽ എന്തെങ്കിലും ഐറ്റം ആകാം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിലാണെങ്കിൽ ഞാനൊരു ഫുഡ് ഡെലിവറി ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഡെലിവറി ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഓർഡർ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ആളുടെ പേരുണ്ടാവും, അല്ലെ ആരാണോ ഡെലിവറി ചെയ്ത അയാളുടെ പേരുണ്ടാവും. പിന്നെ അയാൾ ഏത് അപ്പാർട്ട്മെൻറ്റിലാണ്, നിങ്ങൾ കൺസിഡർ ചെയ്യാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഡെലിവറി നടത്താൻ പോകുന്നത്, അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുണ്ടാവും. അതുപോലെ തന്നെ ഏത് ഡോറായിരിക്കും, ഡോർ നമ്പർ എന്ന രീതിയിലൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നോക്കിയേ, ഓരോ ഡോറിനും ഓരോ നമ്പർ ഉണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ജോണിനാണ് ഫുഡ് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 5ാമത്തെ ഡോറിൽ പോയി നോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫുഡ് കൊടുക്കുക, അല്ലേ? അപ്പോൾ എനിക്ക് പൈസ തരും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനാണെങ്കിൽ നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജോണിനാണ് ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെനിക്ക് ഈ പറയുന്ന 1ാമത്തെ ഡോറിൽ ചെന്ന് അല്ലെങ്കിൽ 1ാമത്തെ ഡോറിൽ കൊടുക്കാൻ പറ്റില്ല. കാര്യം അവിടെ ആരാളുള്ളത്, എബി എന്ന് പറഞ്ഞ ഒരാളുള്ളത്. 2ാമത്തെ ഇല്ല, അവിടെ രാഹുൽ എന്ന് പറഞ്ഞ ആളല്ല, അല്ലേ? അപ്പോൾ ജോണിന് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 5ാമത്തെ ഡോറിലൂടെ കൊടുക്കണം. അല്ലെങ്കിൽ 5ാമത്തെ ഡോറിൽ ചെന്ന് തട്ടി വിളിച്ചിട്ട് ഓക്കെ അവിടെ ജോണായിരിക്കും ഉണ്ടായിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫുഡ് കൊടുക്കുക, പോരുക. ഓക്കെ, അപ്പോൾ ആ ഡോറെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചാനൽ, അല്ലേ? ഇറ്റ്സ് എ ചാനൽ. അതായത് ആ ഒരു ഡോറിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുക, ജോണിന് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പോർട്ടെന്ന് പറയുന്നതും നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ഡോറായിട്ട് സങ്കല്പിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ അതായത് ഞാനിപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലേ? എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ റിയാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, റിയാക്ട് എന്ന് പറയുന്ന പ്രോജക്റ്റിന് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, ഇത് 3000 എന്ന് പറയണതായിരിക്കും ഇതിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. 3000 എന്ന് പറഞ്ഞാൽ ഡോറായിരിക്കും. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ HTTP റിക്വസ്റ്റ് അയക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഈ HTTP റിക്വസ്റ്റ് ആ ഒരു റിയാക്ട് ആപ്ലിക്കേഷനിലേക്ക് ഞാൻ എങ്ങനെ അയക്കും? അതിനൊരു ചാനൽ വേണം, അല്ലെങ്കിൽ അതിന് ആ ഒരു HTTP റിക്വസ്റ്റ് ഒരു ഡോറിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ അങ്ങനെ 3000 എന്ന് പറയുന്ന ഡോറാണ് റിയാക്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് HTTP റിക്വസ്റ്റ് അയക്കാൻ റെസ്പോൺസ് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ജാങ്കോയിലാണെങ്കിൽ എല്ലാത്തിനും ഓരോരോ പോർട്ട് ഉണ്ടാവും. പോർട്ട് വിച്ച് മീൻസ് അതൊരു ഡോറാണ്. ഓക്കെ, അപ്പോൾ റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയപ്പോൾ എന്താ സംഭവിച്ചത്, അതിനൊരു ഡോറുണ്ട്. അതായത് ആ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഒരു ഡോറ് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിനൊരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 3000 ആണ്. അപ്പോൾ അതിലൂടെയാണ് എന്ത് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു HTTP റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും അതിനെ പ്രൊസീഡ് തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നതൊക്കെ ആ ഒരു ഡോറിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ഡോറിലേക്ക് എന്ത് ചെയ്തു, ഒരു HTTP റിക്വസ്റ്റ് അയച്ചു. എനിക്ക് ആ ഡോറിലൂടെ തിരിച്ചൊരു HTTP ഒരു റെസ്പോൺസ് കിട്ടി. അങ്ങനെയാണ് ഈ ഒരു പേജ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതാണ് ആ ഒരു പോർട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിലും ആദ്യം വിചാരിച്ചത് എന്താണ് ഈ പോർട്ട്, ഓക്കെ, എങ്ങനത്തെ കുറേ ഇതിൻ്റെ ഡൗട്ട്സിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡെവോപ്സ് എഞ്ചിനീയറിലേക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും IP, പോർട്ട് ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു നോളജ് വേണം. ഓക്കെ,
അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് വരുന്ന ഒരു റിയാക്റ്റിൻ്റെ പ്രൊജക്റ്റിന് അല്ലെങ്കിൽ റിയാക്ട് ആപ്പിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് VS കോഡിലോട്ട് വരാം. അപ്പോൾ VS കോഡിൽ വരുവാണെങ്കിൽ ഞാൻ ചെറിയൊരു ഓവർവ്യൂ തരാം. ഞാനപ്പോൾ ഈ ഒരു ഇതൊന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. അതായത് നിങ്ങളുടെ കീബോർഡിൽ Ctrl C അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് അതേ പോർട്ടിലേക്ക് എന്ത് ചെയ്യുക, ഒരു റിക്വസ്റ്റും കൂടി അയക്കുക. അപ്പോൾ അൺഎബിൾ ടു കണക്ട്, അതായത് ആ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പായി. കണ്ടോ, Ctrl C അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു കൺട്രോൾ തിരിച്ച് കിട്ടി, അതായത് ആ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റിയാക്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് വളരെ സിമ്പിളാണ്, നിങ്ങൾ വറിയിട്ടൊന്നും വേണ്ട. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന നോഡ് മോഡ്യൂൾസ് എന്ന് പറയുന്നൊരു ഫയൽസ് ഉണ്ട്. കണ്ടോ, കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ നോഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ഫയൽസ് ആയിരിക്കും. അതിന് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോഡ് മോഡ്യൂൾസ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ കോഡ്, നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ആ പ്രോജക്റ്റിൽ ഇപ്പോൾ നമ്മൾ കോഡ് എഴുതുമ്പോഴും ഈ പറയുന്ന ഫയൽസിൽ ഒരു ഫയൽസ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോഡ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് റണ്ണ് ചെയ്യാനുള്ള സപ്പോർട്ടിങ് ഫയൽസ് ആണ്. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, npm സ്റ്റാർട്ട് വിളിക്കാൻ പോവുകയാണ്. നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. കണ്ടോ, അത് വർക്കാവുന്നില്ല, കാര്യം നോഡ് മോഡ്യൂൾ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്, നോഡ് മോഡ്യൂൾ തിരിച്ച് കൊണ്ടുവരാനായിട്ട് npm ഇൻസ്റ്റാൾ വിളിക്കുവാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം. npm ഇൻസ്റ്റാൾ ആയിക്കൊണ്ട്, അപ്പോൾ npm ഇൻസ്റ്റാൾ വിളിച്ചപ്പോൾ തന്നെ അവിടെ നോഡ് മോഡ്യൂൾസ് വന്നു. കണ്ടോ, നോഡ് മോഡ്യൂൾസ് അവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ വാണിംഗ് ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഫയൽസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ ഒരു npm ഇൻസ്റ്റാൾ വിളിക്കുന്നതിലൂടെ അവിടെ തിരിച്ച് നോഡ് മോഡ്യൂൾസ് വന്നു. ഇനി നമുക്കൊന്ന് npm സ്റ്റാർട്ട് വിളിച്ച് നോക്കാം. കണ്ടോ, ഇപ്പോൾ എന്തായി, ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സപ്പോർട്ടിങ് ഫയൽ. അല്ലെങ്കിൽ ആ ഒരു ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രൊജക്റ്റ് ഓൺ ആകുള്ളൂ. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോഡിൻ്റെ, നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന, അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടെംപ്ലേറ്റിലായിരിക്കും ചേഞ്ച് ചെയ്യുക. ഈ നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, അതിൻ്റെ സപ്പോർട്ടിങ് ഫയൽസ് ആയിരിക്കും അല്ലേ. ഞാനിത് എന്താ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ നോഡ് മോഡ്യൂൾ എന്ന് പറയുന്ന മോഡ്യൂൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത് വേണം. അത് ഇൻസ്റ്റാൾ ആവുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട നോഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പം നോഡ് 20 ആണ് എൻ്റെ സിസ്റ്റത്തിലുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു നോഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അത് ചെറിയ ചേഞ്ചസ് കാണും. അപ്പോൾ ഇപ്പോൾ വേറൊരു സ്ഥലത്ത്, വേറൊരു സിസ്റ്റത്തിൽ വേറൊരു നോഡാണെങ്കിലും ഈ പറയുന്ന നോഡ് മൊഡ്യൂൾസിനും കുറച്ച് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്കൊന്ന് കണ്ടെയ്നറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഈ നോഡ് മൊഡ്യൂൾസിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ വരീഡ് ആവണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് സംഭവിക്കണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റിയാക്ട് പ്രോജക്റ്റ് നമുക്കൊരു കണ്ടെയ്നറാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് സ്റ്റെപ്സാണ് ഉള്ളത്, ബേസിക്കലി നമുക്ക് 2 സ്റ്റെപ്സാണ് ഉള്ളത് കണ്ടെയ്നർ ആക്കാനായിട്ട്. ഫസ്റ്റ് നമ്മളൊരു ഇമേജിന്, ഇതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഇമേജിനെ നമ്മൾ റൺ ചെയ്യുന്നതിലൂടെ കണ്ടെയ്നറാക്കി കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ കണ്ടെയ്നറായിട്ടായിരിക്കും റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, അതിനായിട്ട് നമുക്ക് ഡോക്കർ ഫയൽ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഈ ഡോക്കർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം എന്താ വേണ്ടത്, ഒരു ബേസ് ഇമേജ് വേണം. അപ്പോൾ എങ്ങനത്തെ ബേസ് ഇമേജ് വേണ്ടത്, നമ്മൾ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് പൈത്തൺ ഇൻസ്റ്റാളുള്ള ബേസ് ഇമേജ് എടുത്തു. അപ്പോൾ ഈ പറയുന്ന റിയാക്ട് റൺ ചെയ്യാനോ നോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ബേസ് ഇമേജ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡോക്കർ ഹബിൽ നിന്ന് നോക്കാം നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബേസ് ഇമേജ് ഉണ്ടോയെന്ന്. ഡോക്കർ ഹബിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബേസ് ഇമേജസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ,
കണ്ടോ, നോഡ് ഇൻസ്റ്റാൾഡ് ഉള്ള ബേസ് ഇമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇമേജിൻ്റെ പേരെങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, നോഡ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ തൽക്കാലം ഈ ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ടാഗ് കോപ്പി ചെയ്യുവാണ്, നോഡ് കോളൻ ആ ഒരു ടാഗ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ബേസ് ഇമേജ് സെറ്റായിട്ടുണ്ട്. ഇത് ഓൾറെഡി സജഷൻസ് വരുന്നുണ്ട്, ബേസ് ഇമേജസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി നമുക്ക് ആ ഒരു കണ്ടെയ്നർ, അപ്പോൾ നമുക്ക് നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ, നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക, നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുള്ള കണ്ടെയ്നർ ഇപ്പോൾ വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെയ്നറിനകത്തൊരു ഫോൾഡർ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു വർക്കിംഗ് ഡയറക്ടറി എന്ന കീവേഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പൊതുവെ എന്താ ചെയ്യേണ്ടത്, ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഫയൽസിനെയും കൊണ്ട് നമ്മൾ അതിലേക്ക് ഇടുന്നു അല്ലേ. ഓൾറെഡി അറിയായിരിക്കും, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ഫയൽസിനെയും കൊണ്ട് അതിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ പൊതുവെ എന്താ ചെയ്യുന്നത്, CMD കമാൻഡ് ത്രൂ എന്ത് ചെയ്യുന്നു, CMD കമാൻഡ് ത്രൂ നമ്മൾ ആ പറയുന്ന ഇമേജ് റൺ ചെയ്യുന്ന സമയത്ത് ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യണത്, നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് ആയിരിക്കണം ഈ പറയുന്ന ഇമേജ് റൺ ചെയ്യണ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, npm സ്റ്റാർട്ട് ത്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് CMDയുടെ അകത്ത് അത് കൊടുക്കാം. ഓക്കെ, npm സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബേസിക്കലി എന്ത് ചെയ്യുക, ഒരു നമ്മൾ പൈത്തണിലേക്ക് നമ്മൾ ലോക്കർ ഫയൽ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചാണ് ഇത്രയും ബേസിക് കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണെന്നറിയോ, അതായത് ഇവിടെ ഞാൻ ഈ കോപ്പി ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ ഫയൽസിനും എന്ത് ചെയ്യും, കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തേക്ക് കൊണ്ട് ഇടും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മോഡ്യൂൾസ്, ഈ നോഡ് മോഡ്യൂൾസ് എന്ന് പറയുന്ന ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്, എൻ്റെ കമ്പ്യൂട്ടറിലുള്ള നോഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നോഡ് ഇൻസ്റ്റാൾഡ് ഉണ്ട്, ആ നോഡിൻ്റെ വെർഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നോഡ് മോഡ്യൂൾസ് എന്ന് പറയുന്ന ഫയൽസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ബേസ് കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ പറയുന്ന ഉള്ള നോഡ് വേറൊരു വെർഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള നോഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള നോഡ് മോഡ്യൂൾസ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഫയൽസ് ആയിരിക്കണം അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതായത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ നോഡ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സപ്പോർട്ടിംഗ് ഫയൽസ് ആണ്, നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടിംഗ് ഫയൽസ് ആണ് നോഡ് മോഡ്യൂൾസ്. നമ്മൾ ഇച്ചിരി മുന്നേ നോക്കിയതാണ്. അപ്പോൾ ഞാൻ npm ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ npm ഇൻസ്റ്റാൾ വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഏത് നോഡ് ആണോ, അതായത് നോഡ് ഏത് വെർഷനിലുള്ള നോഡാണോ ഉള്ളത് ആ വെർഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നോഡ് മോഡ്യൂൾസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇതേ സപ്പോർട്ടിങ്, അതായത് ഇതേ നോഡ് മോഡ്യൂൾസ് ഞാൻ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഞാൻ ആ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള നോഡ് ചിലപ്പോൾ വേറൊരു വെർഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അത് കറക്റ്റായിട്ടുള്ള വേ അല്ല. കാര്യം അപ്പോൾ നോഡ് മോഡ്യൂൾസ് എന്ന് പറയുന്ന എന്താ സംഭവിക്കുക, ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള 20 ആണ്, കണ്ടെയ്നറിൻ്റെ അകത്ത് വേറെ വെർഷനാണ് ഉള്ളതെങ്കിൽ അത് അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള നോഡ് മൊഡ്യൂൾസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, അതായത് കണ്ടെയ്നറിൻ്റെ അകത്തുള്ള നോഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നോഡ് മൊഡ്യൂൾസ് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യും, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സപ്പോർട്ടിംഗ് ഫയലുള്ള നോഡ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കളയും. ഓക്കെ, ഇത് സപ്പോർട്ടിംഗ് ഫയൽസ് ആണല്ലോ, അത് കാരണം നമുക്കത് കളയാം. അപ്പോൾ ഇനി ഞാനിത് വെച്ചിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ റൺ ആകുമോ? ഇല്ല. കാര്യം എന്താ, നോഡ് മൊഡ്യൂൾസ് വേണമല്ലോ. അപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള നോഡ് മൊഡ്യൂൾസിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ പറയുന്ന നോഡ് മൊഡ്യൂൾസിനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൺ എന്ന് പറയുന്നൊരു കമാൻഡ് കൊടുക്കാം. റൺ npm ഇൻസ്റ്റാൾ. കണ്ടോ, എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത്, ഇമേജ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇമേജ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റൺ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പറയുന്ന ആ ഒരു ബേസ് ഇമേജിൻ്റെ അകത്തുള്ള നോഡ് ഏത് വെർഷനാണോ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള നോഡ് മൊഡ്യൂൾസ് ആ ഇമേജിൻ്റെ അകത്ത് കാണും. അപ്പോൾ ഇപ്പോൾ ഇമേജിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഈ ഒരു 3 സ്റ്റെപ്പിലൂടെയുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ അകത്ത് ഇത്രയും ഫയൽസും ഉണ്ട്. ആ ഫയൽസ് റൺ ചെയ്യാനുള്ള നോഡ് മൊഡ്യൂൾസ് എന്ത് ചെയ്യും, ഈ npm ഇൻസ്റ്റാൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതും ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. അപ്പോൾ അത് വർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇമേജ് റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും, അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്കർ ഫയലെല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഡോക്കർ ഫയൽ ഉപയോഗിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഡോക്കർ ഫയൽ നമ്മുടെ ഈ ഒരു ഫോൾഡറിൽ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ബിൽഡ് ചെയ്യാം. അതിനായിട്ട് ഡോക്കർ ബിൽഡ് ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ റിയാക്ട് ആപ്പ് എന്നാണ് പേര് കൊടുക്കുന്നത്. വെർഷൻ കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ ഫയൽ എവിടെയുള്ളത്, ഈ ഒരു ഫോൾഡറിൻ്റെ അത് തന്നെയുള്ളത്, അതുകൊണ്ട് നമുക്ക് ഡോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇമേജ് ബിൽഡ് ആവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, ഇമേജ് ബിൽഡ് ആവട്ടെ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇമേജ് ബിൽഡാകുന്ന ടൈമിൽ ആ ഒരു npm ഇൻസ്റ്റാൾ എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ അകത്ത് എന്തുണ്ട്, ഇവിടെ കോപ്പി ചെയ്ത ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫയൽസും ഉണ്ട്. npm ഇൻസ്റ്റാൾ വിളിക്കുന്നതിലൂടെ ആ ഒരു നോഡ് ഫയൽസും എൻ്റെ അകത്ത് വരും. അപ്പോൾ ഇമേജിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, നമ്മുടെ കോഡും ഉണ്ട്, നോഡ് മൊഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അതിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. കാര്യം കോഡും കിടപ്പുണ്ട്, അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫയൽസ് ആയിട്ടുള്ള നോഡ് മൊഡ്യൂൾസ് എൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ റൺ കമാൻഡ് ത്രൂ ഇമേജ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള എൻവയോൺമെൻറ്റ് ഫയൽസ് കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ബിൽഡായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഡോക്കർ ഇമേജ് ls അടിക്കുന്നതിലൂടെ നമുക്ക് നോക്കാം. റിയാക്ട് ആപ്പ് 01 എന്ന് പറയുന്ന ഇമേജ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ബിൽഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ബേസിക്കലി നമുക്ക് ഈ ഒരു ഇമേജ് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഡോക്കർ ഇമേജിൻ്റെ പേര് റിയാക്ട് ആപ്പ്, ഡോക്കർ റൺ റിയാക്ട് ആപ്പ് 01. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ റൺ ചെയ്യേണ്ടത്, ഡിറ്റാച്ച്ഡ് മോഡിലായിരിക്കണം റൺ ചെയ്യേണ്ടത്. പിന്നെ പേരെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിയാക്ട് ആപ്പ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഇവിടെ കോളം കൊടുത്തില്ല, പകരം ഹൈഫണാണ് കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, റൺ ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ കണ്ടെയ്നർ റൺ ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്താണ്, അതിൻ്റെ അകത്ത് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ലോഗ്സ് നോക്കാം. റിയാക്ട് ആപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ലോഗ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ സിസ്റ്റത്തിൽ ഈ npm സ്റ്റാർട്ട് വിളിക്കുമ്പോഴത്തേക്കും എന്ത് ലോഗ്സാണോ വരുന്നത് അതുപോലെ തന്നെ ആണ് പറയുന്നത് എന്താണ്, കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മുടെ കണ്ടെയ്നറിൽ സക്സസ്ഫുള്ളി ഓടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസറിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന പോർട്ടൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ലോക്കൽ ഹോസ്റ്റ് 3000. ഓക്കെ, അൺഏബിൾ ടു കണക്ട് എന്താണ്, അതായത് ഇവിടെയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ മെഷീൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാനൊരു കണ്ടെയ്നർ ഇതിനകത്ത്, അതായത് ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്യാം, ഇതെൻ്റെ മെഷീൻ, ഇതതിൻ്റെ അകത്ത് ഓടുന്ന കണ്ടെയ്നർ. ഓക്കെ, കണ്ടെയ്നറിൻ്റെ പേരെന്താണ്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കണ്ടെയ്നറിൻ്റെ പേര് റിയാക്ട് ആപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കണ്ടെയ്നർ ഓടുവാണ്. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ആരുണ്ട്, റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സിസ്റ്റത്തിൽ റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ സിസ്റ്റത്തിൽ ഒരു 3000 എന്ന പോർട്ട് ഉണ്ട്, അത് അതിൻ്റെ ഗേറ്റ് വേ ആയിട്ട് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ 3000 എന്ന പോർട്ട് ബൈൻഡ് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ കണ്ടെയ്നറിൻ്റെ അകത്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും ഈ കണ്ടെയ്നറിന് എന്തുണ്ട്, പോർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നർ പോർട്ട്, അതായത് കണ്ടെയ്നറിലുള്ള 3000 എന്ന് പറയുന്ന പോർട്ടിലേക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന റിയാക്ട് ആപ്ലിക്കേഷൻ
ബൈൻഡ് ചെയ്തു. അതായത് റിയാക്ട് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തു, കണ്ടെയ്നറിൻ്റെ 3000 പോർട്ടാണ് എൻ്റെ ഡോർ എന്നുള്ളത്. അതായത് ഈ പറയുന്ന റിയാക്ട് ആപ്ലിക്കേഷൻ്റെ ഡോർ എന്നുള്ളത് കണ്ടെയ്നറിൻ്റെ 3000 ആണെന്ന് അത് സെലക്ട് ചെയ്തു, ചൂസ് ചെയ്തു. പക്ഷേ നമ്മളിവിടെ ഈ പറയുന്ന ലോക്കൽ ഹോസ്റ്റ് 3000 വിളിക്കുന്നത് എങ്ങോട്ടാണ്? ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ 3000 പോർട്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു HTTP റിക്വസ്റ്റ് അയക്കുന്നത്. മനസ്സിലാകും നിങ്ങൾക്ക്? അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ കണ്ടെയ്നറിൻ്റെ അകത്ത് റൺ ചെയ്ത സമയത്ത് കണ്ടെയ്നറിൻ്റെ 3000 പോർട്ടിലോട്ടാണ് ബൈൻഡ് അയക്കുന്നത്. അത് കണ്ടെയ്നറിൻ്റെ 3000 പോർട്ട് റിയാക്ട് ആപ്ലിക്കേഷൻ എടുത്തു, എന്ത് ഡോർ ആണെന്നും പറഞ്ഞ് അത് ചൂസ് ചെയ്തു. ഓക്കെ, നേരത്തെ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചത്? അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ 3000 പോർട്ടാണ് ഡോർ ആണെന്നും പറഞ്ഞ് ചൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ബ്രൗസർ എടുത്തിട്ട് ലോക്കൽ ഹോസ്റ്റ് 3000 എന്നും പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്കും എങ്ങോട്ടാണ് പോയി? സിസ്റ്റത്തിൻ്റെ 3000 വന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചത്? സിസ്റ്റത്തിൻ്റെ 3000 വന്നപ്പോഴത്തേക്ക് അവിടെ റിയാക്ട് ആപ്ലിക്കേഷൻ നോക്കിയിരിപ്പുണ്ടല്ലോ, റിയാക്ട് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് കിട്ടി. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചാൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ 3000 കൊടുത്തപ്പോഴത്തേക്കും അത് ആരോട് ബൈൻഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സിസ്റ്റത്തിൻ്റെ 3000 അതുപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ 3000 നമ്മൾ എന്ത് ചെയ്യുക? ബൈൻഡ് ചെയ്യണം. അതായത് പോർട്ട് ബൈൻഡിങ് എന്ന് പറയും. ഈ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന HTTP റിക്വസ്റ്റ് 3000 വിടുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇവിടുന്ന് ട്രാവേഴ്സ് ചെയ്ത് സഞ്ചരിച്ച് നമ്മുടെ കണ്ടെയ്നറിൻ്റെ 3000 വരും. അപ്പോൾ അവിടെ ആരുണ്ട്? റിയാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ റിയാക്ട് പ്രൊജക്റ്റ് അല്ലെങ്കിൽ റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അത് റെസ്പോൺസ് കിട്ടും. അപ്പോൾ തിരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ 3000 ലോക്കൽ ഹോസ്റ്റിലുള്ള 3000 റെസ്പോൺസ് വരും. അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്തോട്ട് റെസ്പോൺസ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ഒരു കണക്ഷൻസ്, അതായത് 3000 ഒരു HTTP റിക്വസ്റ്റ് വിട്ടാൽ അവിടെ ആരും ഇപ്പം ഇല്ല. അപ്പോൾ ബൈൻഡ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കൃത്യമായിട്ട് കണ്ടെയ്നറിൻ്റെ അകത്തുള്ള റിയാക്ട് ആപ്ലിക്കേഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് തിരിച്ച് റെസ്പോൺസ് വരികയും അത് നമുക്ക് കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ തൽക്കാലം ഈ ഒരു കണ്ടെയ്നർ സ്റ്റോപ്പ് ചെയ്യുവാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ല, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ PS അടിക്കുകയാണെങ്കിൽ കണ്ടെയ്നർ ഉണ്ട്. ഡോക്കർ സ്റ്റോപ്പ് റിയാക്ട് ആപ്പ്. ഓക്കെ, നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഡോക്കർ RM റിയാക്ട് ആപ്പ് ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് ലൈഫ് സൈക്കിൾ കമാൻഡ്സിൽ. അപ്പോൾ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നർ നമ്മുടെ സിസ്റ്റത്തിൽ കണ്ടെയ്നർ റിമൂവ് ആയി പോയിട്ടുണ്ട്. കാര്യം നമുക്ക് റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞ കണ്ടെയ്നർ കാണുന്നില്ല. ഇത് ഞാൻ ആക്ച്വലി ഇന്നലെ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത കുറച്ച് കണ്ടെയ്നറാണ്. സോ നിങ്ങൾ ബോദർ ചെയ്യേണ്ട. നമ്മുടെ റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന കണ്ടെയ്നർ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിൻ്റെ 3000 വരുന്ന റിക്വസ്റ്റിന് കണ്ടെയ്നറിൻ്റെ 3000 നമുക്ക് ബൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ പോകണമെന്ന് നമുക്ക് ബൈൻഡ് ചെയ്യുന്നതിലൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എങ്ങനെ ബൈൻഡ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്കർ ഇമേജ് നോക്കുവാണ്. നമ്മുടെ ഇമേജിൻ്റെ പേര് നോക്കുവാണെങ്കിൽ റിയാക്ട് ആപ്പ് :01 എന്നാണ് പേര്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മളെങ്ങനെ നേരത്തെ റൺ ചെയ്ത ഡോക്കർ റൺ എന്താ ചെയ്ത ഡിറ്റാച്ച്ഡ് മോഡിലായിരിക്കണം. കണ്ടെയ്നറിൻ്റെ പേരെന്ന് പറയുന്നത് റിയാക്ട് ആപ്ലിക്കേഷൻ എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ ഇമേജിൻ്റെ പേര് റിയാക്ട് ആപ്പ് :0. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ പോർട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന D കഴിഞ്ഞിട്ട് ഞാൻ -P എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഏത് പോർട്ടാണ് ഞാൻ ഈ പറയുന്ന കണ്ടെയ്നർ, ഈ പറയുന്ന റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കണ്ടെയ്നറിൻ്റെ 3000 ബൈൻഡ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ 3000 തന്നെ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഒരു 3000 ഇട്ടു. ഇത് ഏത് പോർട്ടാണ്? എൻ്റെ സിസ്റ്റത്തിൻ്റെ. അതായത് ഈ 3000 എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ 3000. ഇനി ഞാൻ എന്ത് ചെയ്യണം?
അപ്പോൾ ഇനി കോളം കഴിഞ്ഞ് കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 3000 കമ്പ്യൂട്ടറിൻ്റെ 3000ലേക്ക് റിക്വസ്റ്റ് വന്നാൽ ഞാൻ ഏത് പോർട്ടിലോട്ട് കൊടുക്കണം, അതായത് കണ്ടെയ്നറിൻ്റെ ഏത് പോർട്ടിലോട്ട് കൊടുക്കണം, 3000 അങ്ങനെയുള്ള പറയേണ്ടത്. അതായത് ലോക്കൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ 3000 എന്ത് ചെയ്യണം, അതിലേക്ക് റിക്വസ്റ്റ് വന്നാൽ നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ 3000ലേക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, അടുത്തത് കണ്ടെയ്നറിൻ്റെ 3000 പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ കണ്ടെയ്നർ ബിൽഡായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടെയ്നർ അപ്പാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്കൽ ഹോസ്റ്റ് 3000ലേക്ക് ഒരു HTTP റിക്വസ്റ്റ് വിടാൻ പോവാണ്. കണ്ടോ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ എനിക്ക് റെസ്പോൺസ് കിട്ടി. അതായത് എങ്ങനെ റെസ്പോൺസ് ചെയ്തെങ്കിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ സംഭവിച്ചേക്കണത് ഒരു HTTP റിക്വസ്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ 3000ലേക്ക് പോയി. അപ്പോൾ ആ 3000ൽ ചെന്നപ്പോഴത്തേക്കും ഓക്കെ എന്താണ് അത് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കണ്ടെയ്നറിൻ്റെ 3000ലേക്ക് പോകണമെന്ന് നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ആരും ലിസൺ ചെയ്യുന്നുണ്ട്, നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയാക്ട് ആപ്ലിക്കേഷൻ ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് റെസ്പോൺസ് അയച്ചു. അപ്പോൾ ആ റെസ്പോൺസ് എന്ത് ചെയ്തു, ഈ പറയുന്ന പോർട്ട് എന്ന് വെച്ചാൽ ഡോറ്, ഈ പറയുന്ന കണ്ടെയ്നറിൻ്റെ ഡോറിലൂടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ 3000 എന്ന് പറഞ്ഞ ഡോറിലേക്ക് വന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു, എനിക്ക് റെസ്പോൺസായിട്ട് തിരിച്ച് കിട്ടി. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി പോർട്ട് ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ 3000 എന്ന് പറഞ്ഞ പോർട്ടിലോട്ട് തന്നെ ബൈൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ 3000 1 ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 ബൈൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് 1 കമ്പ്യൂട്ടറിൻ്റെ 3001 എന്ന് പറയുന്ന പോർട്ടിലേക്ക് ഒരു റിക്വസ്റ്റ് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ 3000ലേക്ക് പോകണമെന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 3000 എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ കണ്ടെയ്നറിൻ്റെ അതായത് നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3001 എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3000 കൊടുക്കണമെന്നില്ല, 1 എടുക്കാം. പക്ഷേ അത് കണ്ടെയ്നറിൻ്റെ 3000 വേണം ബൈൻഡ് ചെയ്യാൻ. കാര്യം കണ്ടെയ്നറിൻ്റെ 3000 ഈ റിയാക്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിൾ, ഭയങ്കര ലോ ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്. പോർട്ട് എന്താണെന്നും അതുപോലെ തന്നെ പോർട്ടിലൂടെ പോകുന്നതും സഞ്ചരിക്കുന്ന രീതിയിലൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഡോറായിട്ട് കൺസിഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. ബിക്കോസ് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ഫോർ മീ. എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടോ ഇല്ല എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെത്രത്തോളം എൻഗേജ് ആവുന്നുണ്ടെന്ന രീതിയിലൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിടുവാണെങ്കിൽ ഇറ്റ്സ് എന്താ പറയുക, എനിക്ക് വളരെ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ.